റോഷിബാൽ ചേരുന്നു. റോഷിബാൽ സ്വന്തം സഹോദരനെ മാതാപിതാക്കളുടെ മകനെ ഉഴുത്ത പട്ടി എന്ന് പോലും വിളിച്ചിട്ടുണ്ട് അധ്യാപകർ എന്നാണ് കേൾക്കുന്നത്. ഈ പ്രതിപക്ഷ നേതാവ് ചോദിച്ചുപോലെ ഇവരൊക്കെ അധ്യാപകരാണോ, അത് പോരാ, ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നിതിന്റെ മരണവാർത്ത അറിഞ്ഞിട്ടുള്ള ഓരോ മനുഷ്യരും ഇതിലിപ്പോൾ വിദ്യാർത്ഥി സംഘടനകളായാലും പാർട്ടികളാണെങ്കിലും ഒക്കെ കൃത്യമായ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. അതുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ? റോഷ്നി, നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉയർത്തുന്ന പ്രധാനപ്പെട്ട സംശയങ്ങൾ അത് അന്വേഷിക്കേണ്ട ഒരു വിശദമായി. അതിനിടയിൽ പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്രത്യേക അന്വേഷണ സംഘം നിതിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉയർത്തുന്നുണ്ട്. ഇതിന്റെ ക്രൂരമായി അവിടെ റാഗിങ്ങിന് ഇരയാക്കി അതിൽ അധ്യാപകരുടെ പങ്കാളിത്തം കൂടി പരിശോധിക്കപ്പെടുന്ന ആവശ്യമാണ് പ്രധാനമായി രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ നിതിൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതൊരു കൊലപാതകം എന്ന സംശയത്തിലാണ് അവർ പ്രധാനമായും പരാതി ഉയർത്തുന്നത്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടി വരും. ആ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടി വരും. അവിടെ കൂടുതൽ വിദ്യാർത്ഥികൾ സമാനമായ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കേണ്ടി വരും. വിദ്യാർത്ഥി സംഘടനകളൊക്കെ നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിനെതിരെയുള്ള വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് സർക്കാരിനോട് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണം. ഉയർന്ന പരാതികൾ ഗൗരവത്തോടെ കാണണം. കാരണം അവിടെയുള്ള അധ്യാപകർ തന്നെ ഈ മാനസികമായി ക്രൂരമായ ഒരു പീഡനത്തിന് തയ്യാറായി. ഈ വിദ്യാർത്ഥിക്കെതിരെ അങ്ങനെ ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നത് ഞെട്ടിക്കുന്നതാണ്. അതൊരു ഗൗരവത്തോടെ തന്നെ ആ വിഷയം കണ്ട് അന്വേഷണം നടത്താൻ ആവശ്യം ശക്തമാവുകയാണ്. അത്രയും ക്രൂരമായ ഒരു പീഡനം നടന്നു എന്ന ഇതിൻ്റെ ശബ്ദ സംഭാഷണത്തിലൂടെ ബോധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സഹപാഠികളുടെ ഉൾപ്പെടെ മൊഴിയും അതിനപ്പുറത്തേക്ക് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യാപകരെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന പ്രതീക്ഷ അത് കുടുംബത്തിനുമുണ്ട്. ഓക്കെ, എന്തായാലും കുടുംബത്തിന്റെ ആരോപണം വിലക്കെടുത്തുകൊണ്ട് നിതിന്റെ ശബ്ദ സന്ദേശം എല്ലാം വിലക്കെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം, അതിൽ ആരാണോ നിതിന്റെ മരണത്തിന് കാരണക്കാരായത് ഒരു തരത്തിൽ ഒരു ജാതി കൊല എന്ന് തന്നെ വിശേഷിപ്പിക്കുകയാണ്. അതിന് കാരണക്കാരായവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം. ഒരു സസ്പെൻഷനിൽ തീരുന്നതാവരുത്. ഒരു സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് അവർ തിരിച്ചെത്തി ഈ പറയുന്ന ശമ്പളവും മേടിച്ച് അവർ ജോലി ചെയ്യും. സിദ്ധാർത്ഥന്റെ അമ്മ ഇന്ന് അങ്ങനെ പറയുകയുണ്ടായി. മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ കണ്ണീരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.